അവർ നടന്നു, വീണ്ടും നടന്നു. നടന്ന് നിബിഡമായ വനാണ്, കാട്, വെളിച്ചം വീഴാത്ത കാടാണേ. ആ വെളിച്ചം വീഴാത്ത കാട്ടിൽ കൂടി അരികെ പറ്റി പുഴയുടെയൊക്കെ അരികെ പറ്റി അവർ നടന്നു. പോന്ന് ഗംഗാ നദി യമുന നദിയോട് കൂടി ചേരുന്ന സംഗമസ്ഥാനമുണ്ട്. ആ സംഗമസ്ഥാനത്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ആരും നടക്കണത്. രാമനും ലക്ഷ്മണനും സീതയെ കൂട്ടി നടക്കണതേ. അങ്ങനെ അവർ പോന്നു. മുമ്പ് കണ്ടിട്ടില്ലേ അങ്ങനത്തെ വലിയ കൊടുങ്കാട് കണ്ടിട്ടില്ലേ? ഏറ്റക്കുറച്ചിലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് അവർ പോന്നു ഗംഗാ യമുന സംഗമസ്ഥാനത്തേക്ക് എത്തിയേ. ഈ ഗംഗാ യമുന സംഗമസ്ഥാനം ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. കുംഭമേളയ്ക്ക് പോയവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടിലിപ്പോൾ കുംഭമേളയ്ക്കോ അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ പോയവരുണ്ട്, ചിലവർക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാവും. ഗംഗ യമുന നദികൾ സംഗമിക്കുന്നതായ ആ സംഗമസ്ഥാനത്തിന് പറയുന്ന പേരാണ് പ്രയാഗ എന്ന് പറയും. പ്രയാഗ, നമ്മുടെ നാട്ടിൽ പ്രയാഗ എന്ന് പറഞ്ഞില്ലേ, അതവിടെ ആ പേരെടുത്ത് പറയുന്നുണ്ട്, പ്രയാഗ എന്ന് പറയും. ഈ പ്രയാഗ എന്നാണ് അതിൻ്റെ പേര് ശരിക്ക്. പിന്നീട് അത് എന്തായിട്ട് തീർന്നു? പ്രയാഗ എന്നൊക്കെ ഉള്ളത് ഈ മുസ്ലിം അക്രമകാരികൾ വന്ന് നമ്മുടെ രാജ്യം ആക്രമിച്ച് കീഴടക്കിയിട്ട് അവരുടെ ഭരണമൊക്കെ ആയി വന്നപ്പോൾ അവരെല്ലാ പേരും മാറ്റി. പ്രയാഗ എന്നൊക്കെ നമ്മുടെ പുരാണ പ്രസിദ്ധമായ പേരൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? അലഹബാദ് എന്നൊക്കെ ആക്കി. അങ്ങനെയായിരുന്നു അടുത്ത കാലം വരെ. ഇപ്പം പിന്നെ വീണ്ടും എന്തായിട്ട് തീർന്നു? പ്രയാഗരാജ് തന്നെ മാറ്റി പഴയ പേരെന്നെ ആക്കി തീർത്തു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പം നമുക്ക് ചില ദിക്കിലൊക്കെ പോയാൽ പണ്ടത്തെ ചില ഓർമ്മകൾ വരും. കാരണം എന്താ ചോദിച്ചാൽ പേരൊക്കെ പണ്ടത്തെ പേരൊക്കെ തന്നെയാണ്. അല്ലാതെ ഈ അധിനിവേശ ശക്തികൾ വന്നിട്ട് അവരുടേതായ സംസ്കാരം പ്രചരിപ്പിക്കാൻ ബലം പ്രയോഗിച്ചിട്ട് ബലാത്കാരേണ മാറ്റിയ പേരുകളൊന്നും ഇന്നധികം ഇല്ല. അതൊക്കെ നമ്മുടെ ഭരണാധികാരികൾ പലരും എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റി പഴയ പുരാണ പ്രസിദ്ധമായ രീതിയിലേക്ക് തന്നെ. ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ പതിവുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് ബ്രിട്ടീഷുകാർ വന്ന കാലത്ത് എന്താണ് മഹി എന്ന് പറയും. നമുക്ക് മയ്യഴിയാണ് അത് ശരിക്ക്. എന്താണ് മയ്യഴി? ഇപ്പോൾ വീണ്ടും മയ്യഴി എന്നൊക്കെ ആക്കി തീർത്തു. മഹി എന്നുള്ളത് മയ്യഴി എന്ന് പറയുന്ന സായിപ്പന്മാരുടെ നാവ് വഴങ്ങാത്തതുകൊണ്ട് അവർ മെഹി എന്ന് പറഞ്ഞതാണ്. അതാണ് മഹി ചെയ്ത്. മനസ്സിലായില്ലേ? ട്രണ്ടറം ആയിരുന്നു എന്ത് സായിപ്പ്. നമുക്ക് ട്രണ്ടറൊന്നും ഇല്ല. എന്ത് നമുക്ക് തിരുവനന്തപുരമാണ്. അനന്തപത്മനാഭസ്വാമി അവിടെ ഇരിക്കണതേ. ഇപ്പം തിരു ശ്രീമാനായ ഭഗവാന്റെ നാട് എന്നുള്ള അർത്ഥത്തിൽ തിരുവനന്തപുരം എന്ന് പറയും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ്. അതുപോലെ ഓരോ സ്ഥലങ്ങൾക്കും പേരുണ്ടായിരുന്നൊക്കെ മാറ്റി ഇതൊക്കെ നമ്മൾ തിരിച്ചെന്ത് ചെയ്തു? കലിക്കട്ട് എന്നാണ്. അതെന്താ കട്ടായം? അത് സായിപ്പന്മാരങ്ങനെ പറഞ്ഞത് അങ്ങനെ ആക്കിയതാ. നമുക്കങ്ങനെ നാവിന് വയ്യായൊന്നും ഇല്ലാത്തത് നമ്മൾ വീണ്ടും മാറ്റി കോഴിക്കോട് തന്നെ ആക്കി. ശരിയല്ലേ? എന്താ കാരണം? അതിപ്പോൾ അധിനിവേശ ശക്തികളുടെ അധിനിവേശം പേറി നടക്കേണ്ട കാര്യമൊന്നും സ്വതന്ത്ര ഭാരതത്തിൽ സ്വാതന്ത്ര്യം നേടിയവർക്ക് ഇല്ലല്ലോ. അതുകൊണ്ടാണ് ആ പേരൊക്കെ എന്ത് ചെയ്യണത്? മാറ്റിയത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ പേര് മാറ്റുമ്പോൾ സന്തോഷം നമുക്കുണ്ടാവുന്നു. വേറെ വല്ലവരും മാറ്റുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. മാഹി മയ്യഴി ആക്കിയപ്പോൾ നമുക്ക് വിഷമം ഉണ്ടായില്ല. ട്രണ്ടറം തിരുവനന്തപുരം ആക്കിയപ്പോഴും വിഷമം ഉണ്ടായില്ല. കാലിക്കറ്റ് കോഴിക്കോട് ആക്കിയപ്പോഴും നമുക്ക് വിഷമമില്ലെങ്കിൽ അലഹബാദ് പ്രയാഗരാജായപ്പം വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അത്രയേ ഉള്ളൂ അതിൻ്റെ യുക്തി. മനസ്സിലായില്ലേ? അപ്പം ഓരോരുത്തർക്കും ഉണ്ടാവില്ല. അവനവൻ്റെ പഴയ സംസ്കാരത്തിൻ്റെ മഹിമകൾ ഉണ്ടാവണം. ഒരു പ്രാചീന സംസ്കാരം ഓരോ ദേശത്തിനുണ്ടാവില്ലേ? അത് പെട്ടെന്ന് ഒരാൾ വന്ന് മാറ്റുമ്പോൾ ഒക്കെ ഉണ്ടാവണ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതുണ്ടെങ്കിൽ ഇപ്പോൾ പ്രയാഗ എന്നുണ്ട്. ഇവിടെ വാൽമീകി രാമായണത്തിൽ പറയുകയാണ്, പ്രയാഗം അഭിത പശ്യ സൗമിത്രേ. അതന്നെ സൗമിത്രേ നോക്കൂ, മുമ്പിലാണ് പ്രയാഗം. പ്രയാഗ എന്ന് പറഞ്ഞ തീർത്ഥം. അങ്ങോട്ട് പോയി പ്രയാഗയിലാണ് ത്രിവേണി സംഗമം എന്ന് പറയും. എന്താ പേര്? ത്രിവേണി സംഗമം. എന്ത്? ഈ ത്രിവേണി 3 പ്രവാഹങ്ങൾ സംഗമിക്കുന്നത് ഇവിടെയാണ്. 3 പ്രവാഹം എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഗംഗ, യമുന, സരസ്വതി നദികൾ, 3 നദികളും സംഗമിച്ചൊഴുകണതായ പുണ്യസ്ഥാനം ആണ് പ്രയാഗ. അതുകൊണ്ടാണ് അതിന് പ്രയാഗ. പണ്ട് ബ്രഹ്മാവ് പ്രകൃഷ്ടമായിട്ട് യാഗം നടത്തിയ സ്ഥലമായതുകൊണ്ടാണ് അതിന് പ്രയാഗ എന്ന് പേരുണ്ടായത്. പിന്നീട് ആ പ്രയാഗ യാഗം നടന്ന സ്ഥലമായതുകൊണ്ട് പ്രയാഗ എന്ന് പറഞ്ഞു പോന്നു. വളരെ കേമായ പുണ്യഭൂമിയാണ്. ആ പുണ്യഭൂമിയിലാണ് 12 കൊല്ലം കൂടുമ്പം എന്താണ് കുംഭമേള നടക്കുന്നത്. അത് അവിടെ മാത്രമല്ല, വേറെയും പല ദിക്കിലും കുംഭമേളയുണ്ട്. ആ കുംഭമേള പല ദിക്കിലും ഉണ്ടെങ്കിലും പ്രസിദ്ധമായ കുംഭമേള, വളരെ ഏറ്റവും കേമായ കുംഭമേള നടക്കുന്നത് നമ്മുടെ നാട്ടിൽ പല ജാതി പൂരങ്ങളുണ്ടെങ്കിലും തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരു കേമായിട്ട് പറയില്ലേ? എന്താ ചോദിച്ചാൽ അതൊരു ലേശം കൂടിയൊക്കെ ആൾ കൂടുന്നതും കുറേയും കൂടിയൊക്കെ എന്താ ഭംഗി കൂടിയിട്ടുള്ള മട്ടിലൊക്കെ കൊണ്ടാടുന്നതായതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്ന മാതിരി കുംഭമേളകൾ ഇപ്പം ഹരിദ്വാറിലുണ്ട്,
ഉജ്ജയിനിയിൽ നാസിക്കിലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുംഭമേളകളാണെങ്കിലും അതിനേക്കാളൊക്കെ കേമായ കുംഭമേളയുടെ സ്ഥാനമാണ് ഈ പറയുന്നതായ ഈ പ്രയാഗരാജിലെ കുംഭമേള. അത് 12 കൊല്ലം കൂടുമ്പോൾ 6 കൊല്ലം കൂടുമ്പോൾ എന്തുണ്ട് അവിടെ അർദ്ധ കുംഭമേള എന്ന് പറയും. 12 കൊല്ലം കൂടുമ്പം പൂർണ്ണ കുംഭമേള എന്നും പറയും. പിന്നെ അതിൻ്റെ 12 കൊല്ലം 12 ഗുണം 12 അത്രയും കൊല്ലം കഴിയുമ്പം മഹാകുംഭമേളയും ഉണ്ടാവും. ആ മഹാകുംഭമേളയാണ് ഇപ്പം ഇവിടെ കഴിഞ്ഞില്ലേ, ഇപ്പോൾ തൊട്ട് മുമ്പ് ശിവരാത്രിക്ക് കഴിഞ്ഞുല്ലോ. അതാണ് മഹാകുംഭമേള എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അനവധി പേര് അതിലേക്ക് പോയി, അനവധി പേര് പോയിട്ട് ഒരു നാട്ടിൽ നിന്ന് 10 ആളെങ്കിലും ശരാശരി പോയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കേട്ടറിവുള്ളൊരു സംഗതിക്കാണ് ഇപ്പോൾ ആളുകളൊക്കെ ഇവിടുന്ന് പോയി പങ്കെടുത്ത് പോകുന്നത്. എനിക്കാണ് വേണ്ടത്. മഹാകേമാണ്. അന്നത്തെ ദിവസം അമൃതപ്രവാഹം ഉണ്ടാവും ഈ കുംഭമേളയുടെ കാലത്ത് എന്നാ പറയുക ആ നദിയിൽ. അപ്പം ആ ത്രിവേണി സംഗമത്തിൻ്റെ നേരെ നോക്കിയിട്ടാണ് ഗംഗയും യമുനയും നേരെ കരയെ കൂടി ഒഴുകി വന്ന് തമ്മിൽ ചേരും. സരസ്വതി ഹിമാലയത്തിൽ അന്തർഭവിച്ചു പോയ സരസ്വതി ഭൂമിയുടെ അടിയിൽ കൂടി ഒഴുകി അന്തർധാരയായിട്ട് വന്ന് അടിയിൽ കൂടെ വന്ന് ആരോട് ചേരും? ഈ ഗംഗാ യമുനയോട് കൂടി ചേർന്ന് 3 പ്രവാഹങ്ങൾ ഒന്നിക്കുമ്പം ത്രിവേണി സംഗമം. അതാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കുംഭമേളയ്ക്കൊന്നും പോകാൻ പറ്റാത്തവരും എപ്പോഴെങ്കിലൊക്കെ സൗകര്യപ്പെടുമ്പം ഒന്ന് പോയിട്ട് അവിടെയൊക്കെ തൊഴുത് പോകുന്നോളൂ. മഹാകേമാണ്. അത് ത്രിവേണി സംഗമസ്ഥാനത്തൊക്കെ മുങ്ങി കുളിക്കണത് വലിയ പുണ്യമായിട്ടാണ് പറയുക. ഇതൊക്കെ നമ്മുടെ ആളുകൾ പോവാറും ചെയ്യാറൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ പിന്നെ പണ്ടത്തെ മാതിരി അങ്ങനത്തെ ആളുകളൊക്കെ അറിവില്ലായൊന്നുമില്ല. അനവധി പേരൊക്കെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആ അതായത് ഇന്നിപ്പോൾ നമ്മൾ കുംഭമേള എന്ന് പറഞ്ഞ ആ സ്ഥലമാണ് ഇപ്പോൾ ഈ പറയുന്ന സ്ഥലം കേട്ടോ. ഇന്ന് പോയാൽ മൈതാനം പോലെ പരന്ന് കിടക്കുന്ന സ്ഥലമാണെങ്കിലും ഇത് ത്രേതായുഗത്തിൽ അവിടെയൊക്കെ കൊടുങ്കാടായിട്ടിരുന്ന സ്ഥലമാണ്. അതാണ് കൊടുങ്കാട്ടിക്കൂടി ഒരു പുഴയുടെ അരികു പറ്റി നടന്നു പോയി എന്നാണ് പറഞ്ഞത്. പ്രയാഗം അഭിത പശ്യ. ആ പ്രയാഗ മുമ്പിലുണ്ട് എന്ന് കണ്ടിട്ട് അവരെന്ത് ചെയ്തു? അങ്ങനെ നടന്നു നാം പറയുക. നടന്ന് പോന്ന് സംഗമസ്ഥാനത്ത് എത്തി. ഈ സംഗമസ്ഥാനത്തിൻ്റെ സമീപത്താണ് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം. ഇന്നും നമ്മൾ പോയാൽ ഈ പ്രയാഗ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തൊരു ഭാഗത്തായിട്ട് ഭരദ്വാജാശ്രമം എന്ന് പറഞ്ഞിട്ടൊരു ഒരു അമ്പലവും ഒരു ചെറിയൊരു സൗകര്യം കാണാം. അന്നത് കൊടുങ്കാടിൻ്റെ നടക്കാണെങ്കിൽ ഇന്നതെന്താണ്? ചെറിയൊരു അമ്പലമായിട്ടുള്ളൊരു ചെറിയ സ്ഥലമാണ്. ഒരു നമ്മുടെ ഈ അങ്ങാടിയൊക്കെ പോലെ ചെറിയ അങ്ങാടികളില്ലേ, അതുപോലെ സ്ഥലമാണ്. അത് കാലം മാറുമ്പം ആളുകളുടെ തിങ്ങി പാർത്ത ആളുകളൊക്കെ വന്ന് കൂടിയിട്ട് കാടൊക്കെ നാടായപ്പം അതൊക്കെ നാടായിട്ട് തീർന്നു. രാമായണത്തിൽ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ത്യ രാജ്യത്ത് മുഴുവനും ഇതിൻ്റെയൊക്കെ അടയാളങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴത് സൂക്ഷിച്ച് വെച്ച് പോന്നിട്ടുണ്ട്. ആളുകൾ ആ ഒരു പരിശുദ്ധമായ സ്ഥാനങ്ങളൊക്കെ പരിശുദ്ധമായി കണക്കാക്കി തലമുറയായിട്ട് കണക്കാക്കി പോന്ന് ഇന്നും നമുക്കത് കാണാനും തൊഴാനും ചെല്ലാനും അവിടെയൊക്കെ നമസ്കരിക്കാനും സൗകര്യം കണക്കാക്കി വെച്ചോളൂ. ചിലതൊക്കെ ഒന്ന് കുറിച്ചും വെച്ചോളൂ. നമ്മൾ എപ്പോഴെങ്കിലും കാണാൻ പോകുമ്പം നമ്മൾ കേട്ടതൊക്കെ ഒന്ന് സ്മരിച്ച് ഒന്ന് തൊഴുതോളൂ. നമ്മളിപ്പോൾ ഇതൊന്നും അറിയാതെ അവിടെയൊക്കെ പോയി തൊഴുതു പോകുന്ന ഒന്നും തോന്നില്ല. എന്താ കാരണം? നമുക്കതിൻ്റെ ഒരു മഹിമ അറിയില്ലല്ലോ. മഹിമ അറിഞ്ഞിട്ടൊന്ന് പോയി തൊഴുത് വരുമ്പോൾ അതിനൊരു വലിയ ഒരു വൈശിഷ്ട്യം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇതാണ് ഈ പ്രയാഗം. അപ്പോൾ പ്രയാഗത്തിന് നേരെ നടന്നു പോകുന്നവർ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ഈ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ എന്താ ഉണ്ടായിച്ചാൽ അദ്ദേഹം വരെ സൽക്കരിച്ചു നല്ലോണം. ഈ കുമാരന്മാരെ 2 പേരെയും സീതാദേവിയും സൽക്കരിച്ചു. എന്നാൽ അദ്ദേഹത്തോട് പറയും, അദ്ദേഹം ഭരദ്വാജ മഹർഷി ഇങ്ങോട്ട് വന്ന് തൊഴുതിട്ട് പറയും, ഭരദ്വാജ മഹർഷി നമ്മുടെ ഈ വാൽമീകി മഹർഷിയുടെ ശിഷ്യനും കൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയതേ ഭരദ്വാജോ ബ്രവീദ് വാക്യം ധർമ്മയുക്തമിതം തത്. ധർമ്മിഷ്ഠനായ ഭരദ്വാജൻ, താപസോത്തമനായ ഭരദ്വാജൻ ധർമ്മയുക്തമായ വർത്തമാനങ്ങൾ ആരോട് പറഞ്ഞു? ഈ രാമനോടും ലക്ഷ്മണനോടും സീതയോടും പറഞ്ഞു. എന്താ പറഞ്ഞത്? ചിരസ്യ ഖലോകാകുൽസ്ഥ പശ്യാമി ത്വം ഇഹാഗതം. ഞാൻ കുറേ കാലമായി മോഹിക്കണോ അങ്ങ് പടക്കെ വരുമ്പോൾ ഒന്ന് കണ്ടു തൊഴണം എന്ന്. ആരേ? രാമനെ ഒന്ന് കണ്ടു തൊഴണമെന്ന് ഞാൻ അനവധി കാലമായിട്ട് ചിരസ്യ കാലമായിട്ട് ഇങ്ങനെ മോഹിച്ച് കാത്തിരിക്കാറുന്നേ. അപ്പോഴാണ് അങ്ങ് വന്നത്. ശ്രുതം തവമയാ ചേതം വിവാസനമകാരണം. ഇപ്പം എന്തേ പെങ്കിട് വന്നു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഒക്കെ അങ്ങ് പെങ്കിട് വരാണ്ടായ കാരണമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങ് അതിനൊരു കാരണക്കാരനല്ല എന്നൊക്കെ ഇഷ്ടമുണ്ട്. എന്താണ്? രാമൻ എന്ത് സന്തോഷം തോന്നിയിട്ടുണ്ടാവില്ലേ കുത്തി ചോദിക്കാതെ? അങ്ങ് ഇപ്പം എന്തിനേ പോകുന്നു എന്നൊക്കെ ഇഷ്ടമുണ്ട്. അങ്ങൊരു ചെയ്യാത്ത കുറ്റത്തിന്
ഇല്ലേ, ഏറ്റെടുത്ത് പോകുന്നതാണെന്നൊക്കെ ഇഷ്ടമല്ലേ, അതാ ഞാൻ അങ്ങോട്ട് ചോദിക്കണതേ. അതെന്താണെന്നറിയോ, ഏതായാലും ഈ ഇവിടെ ഇപ്പം നിങ്ങൾ വന്നു കൂടിയത് വലിയ സന്തോഷമായി. ഇവിടെ സന്തോഷമായിട്ട് താമസിച്ചോളൂ, ഈ മഠത്തിൽ, ഇവിടെ എൻ്റെ മഠത്തിൽ ആശ്രമത്തിലേ നല്ലോണം താമസിച്ചോളൂ എന്നും പറഞ്ഞു. ഇവിടെ താമസിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ആയിട്ട് ഇരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ താമസിച്ചാൽ നിങ്ങൾക്ക് നാട്ടിലേക്കൊക്കെ എളുപ്പമുണ്ട്. അതായത് നാട്ടിൻപുറത്തുനിന്ന് കുറേ ദൂരെയല്ല, എന്ത് ഇപ്പം ഇവിടുന്ന് കുറച്ച് നടന്ന് വടക്കോട്ട് ഗംഗ കടന്നാൽ എവിടെ എത്തും? ഗുഹൻ്റെ നാട്ടിലെത്തും. ഗുഹൻ്റെ നാട്ടിൽ നിന്ന് കുറച്ചും കൂടി പോയാൽ എവിടെ എത്തും? കുറച്ചും കൂടി പോയാൽ മറ്റേ പുഴയുടെ അടുത്തെത്തില്ലേ, ഒന്ന് വേദശ്രുതി എന്നൊക്കെ പറഞ്ഞ പുഴ കടന്ന് സെന്തിക്കൊക്കെ കടന്ന് പോയി എവിടെ എത്തും? തമസയാവും. തമസയിൽ നിന്ന് കുറച്ചും കൂടി പോയാൽ അയോധ്യയായി. അപ്പം അതുകൊണ്ട് ഇവിടെ താമസിച്ചോളൂ. ആര് പറഞ്ഞു? ദശരഥൻ്റെ മകനല്ലേ, അപ്പോൾ ഇവിടെ താമസിച്ചോളൂ, എന്തായാലും അച്ഛൻ്റെ നിർദ്ദേശത്തിന് വന്നതല്ലേ എന്നും പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പം രാമൻ എന്ത് ചെയ്തു? മഹർഷി പറഞ്ഞത് ഇവിടെ ആവുമ്പോൾ എന്നാൽ കാട്ടിലാണോ ചോദിച്ചാൽ ഉവേനിയും, നാലോ കാട്ടിലാണോ ചോദിച്ചാൽ അല്ലേ ഇനിയും എന്നുള്ള മട്ടിൽ അങ്ങനെ ആവാലോ എന്നും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ രാമൻ പറഞ്ഞു, ഗുരുനാഥ അങ്ങ് പറഞ്ഞത് അങ്ങേരെ സ്നേഹം വലിയ സ്നേഹമാണ്, ഞങ്ങളോടുള്ള ആ വാത്സല്യം വലിയ വാത്സല്യം തന്നെ. അതുകൊണ്ട് എന്തേ പറയണമെന്നറിയൂ, ഇവിടെ താമസിച്ചാൽ നേരെയാവില്ല. എന്താ വെച്ചാൽ നാട്ടിലേക്ക് പോകാൻ ദൂരം അധികം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഞാൻ താമസിക്കണുണ്ടോ എന്നുള്ള വർത്തമാനമൊക്കെ കേട്ടറിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയൂ. നാട്ടുകാർ ഇപ്പം ഞാൻ അന്ന് പറ്റിച്ച് പോന്നതാ, അവരൊക്കെ കാത്തിരിക്കണ്ടാവും എന്തിന്? എന്നെ കാണാൻ വരാനായിട്ട്. അപ്പോൾ അവരെല്ലാവരും തള്ളി കയറി ഇങ്ങനെ വന്നും കൊണ്ടിരിക്കും. അവർ വന്നതുകൊണ്ട് എനിക്കിപ്പം നാശമോ നഷ്ടമോ കഷ്ടമോ വിഷമോ ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ എന്താ പ്രത്യേകത ചോദിച്ചാൽ, ആളുകൾ ഇങ്ങനെ വരുമ്പം ഇവിടെ കാടാണ്, പിന്നെ ഈ മഹർഷിമാരൊക്കെ ഇങ്ങനെ എന്താ ചെയ്യുക, അവരെങ്ങനെ തപസ് ചെയ്യാനായിരിക്കണ കൂട്ടരാകുമ്പം അവരുടെ ആ ഒരു സമ്പ്രദായമൊന്നും നേരെയാവില്ല. അവർക്ക് കുളിക്കാനും ജപിക്കാനും നമസ്കരിക്കാനൊന്നും എന്ത് കിട്ടില്ല, ഒരു ശ്രദ്ധയും ഒന്നും കിട്ടില്ല. നമ്മൾ കാരണമായിട്ട് ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഏകാഗ്രത കളയലാവും. ഇവിടെ താമസിക്കണില്ല, ഞാൻ എന്തായാലും ഇവിടെ താമസിക്കാനില്ല, എനിക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു സ്ഥലം അങ്ങ് താമസിക്കാൻ കാണിച്ചു തന്നാൽ മതി എന്നും പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പം ഭരദ്വാജ മഹർഷിക്കും തോന്നി അത് നല്ലൊരു കാര്യമാണ്, ഇത് പറഞ്ഞത് കാര്യമാണല്ലോ, ഇവിടെ താമസിച്ചാൽ ചിലപ്പോൾ മഹർഷിമാർക്കൊക്കെ തടസ്സമാവണ്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, ഇവിടുന്ന് ഒരു 10 യോജന കുറച്ചും കൂടി കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയാലേ ആണ് ചിത്രകൂടം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ മഹർഷിമാരൊക്കെ താമസിക്കണ ഗംഭീരായ സ്ഥലമാണ്. വാൽമീകി മഹർഷിയൊക്കെ അതിൻ്റെ അടുത്താണ് താമസിക്കണത്. അങ്ങോട്ട് പോയിക്കോളൂ, അവിടെ ആവുമ്പോൾ പിന്നെ നാട്ടിൻപുറത്തേക്ക് അടുത്തുമല്ല, മഹർഷിമാരുടെ കൂടെ ആണ് ഇനിയും സന്തോഷമായിട്ട് കഴിയാമെന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പം അങ്ങോട്ട് പോണ വഴി ഇപ്പം ഏതാ ആര് ചോദിച്ചു? അങ്ങോട്ട് പോകാനുള്ള വഴി ഏതാ വഴി? എങ്ങടെ ആ വഴി ഞാൻ പറഞ്ഞുതരാമെന്നും പറഞ്ഞു. അദ്ദേഹം ചെയ്തു, ഇവിടുന്ന് ഇങ്ങനെ നേരെ പോവുക, പോയിട്ട് ഇന്ന് ഇവിടെ താമസിച്ച് രാവിലെ പോയാൽ മതി എന്നും പറഞ്ഞു. അന്നത്തെ ദിവസം ഭരദ്വാജാശ്രമത്തിൽ താമസിച്ചിട്ട് പിറ്റേന്നും വിളിച്ചാവുമ്പോഴാണ് മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വഴി പറഞ്ഞു കൊടുത്ത് കേട്ട എവിടേക്ക് പോയത്? ചിത്രകൂടത്തേക്ക് പോയി. ഈ കൃത്യം ഈ വഴിയും ഇവരുടെ പോക്കൊക്കെ വളരെ ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ന് നോക്കുമ്പം വളരെ കൃത്യമാണ് കേട്ടോ. ഈ രാമായണത്തിൽ വർണ്ണിച്ച അതേ വഴി കൂടി ഇന്ന് നമ്മൾ പോയി പറഞ്ഞ സ്ഥലത്തൊക്കെ എത്തൊരു മാറ്റമില്ല. ഇവിടെ സംസ്കൃതത്തിലാണ് വഴി പറഞ്ഞത്, മറ്റേ GPS ആവുമ്പം മറ്റേ പെൺകുട്ടി ഇംഗ്ലീഷിൽ പറഞ്ഞു തരും, അത്രയേ ഉള്ളൂ. ആണ് ഭാഷ മാറിയതുകൊണ്ട് സാധനം മാറുമോ? ഓരോ കാലത്തേക്ക് സൗകര്യമുള്ള ഭാഷ പറയണമെന്ന് മാത്രം. ഇവിടെ എന്താ ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തു, ഇവിടുന്ന് നേരെ ഈ പുഴയുടെ അരികെ പറ്റി ഇങ്ങനെ പോയിക്കോളൂ. അരികെ പറ്റി കുറേ അങ്ങോട്ട് ചെന്നാൽ സംഗമസ്ഥാനാണ്. അവിടെ ചെല്ലുമ്പം ഭം 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 ശബ്ദം കേൾക്കും, വെള്ളം കൂട്ടിമുട്ടണതേ, പേടിക്കണ്ട. എന്താ അത്? ഗംഗ യമുന സരസ്വതി അടിയിൽ വന്ന് കൂട്ടിമുട്ടണതിൻ്റെ ഒരു ബഹളാണ്. അവിടുന്ന് നേരെ എന്ത് ചെയ്യണം? കുറേയും കൂടി പിന്നെയും നടന്നാൽ എന്ത് കാണാം? യമുനാ നദി ഭാഗത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പം യമുനയുടെ വീതി കുറഞ്ഞൊരു ഭാഗം കാണാം. ആ വീതി കുറഞ്ഞ ഭാഗത്ത് എന്ത് ചെയ്താൽ മതി? ഈ കാട്ടിലെ മുളയും മരത്തിൻ്റെ കമ്പും തണ്ടും മുട്ടിയും ഒക്കെ വെട്ടി എടുത്തിട്ട് കഷ്ണം കഷ്ണം കാട്ടിലെ വള്ളി കൊണ്ട് കൂട്ടിക്കെട്ടിയിട്ട് ഒരു സംഘാടം, എന്താണ് ചങ്ങാടം കെട്ടി, ചങ്ങാടത്തിൻ്റെ സംസ്കൃതത്തിലെ പേരെന്താണെന്നറിയോ? സംഘാടം. ആ സംഘാടം കെട്ടി ഉണ്ടാക്കിയിട്ട് അതിൽ കയറി കുത്തിത്തൊഴഞ്ഞ് അപ്പുറത്തെ കരയ്ക്ക് പോയി ആ പുഴയുടെ കരയിൽ കൂടി നേരെ നടന്നെത്തിയാൽ എവിടെ എത്തും? ചിത്രകൂടത്തിലേക്ക് എത്തും. അവിടെ ചെന്നാൽ നമ്മുടെ വാൽമീകി മഹർഷിയൊക്കെ കണ്ടും തൊഴുതും
അവിടെ ചെന്നോളൂ. അപ്പം അദ്ദേഹം കാണിച്ചു ഒരു നല്ല സ്ഥലം എവിടെയാണെന്ന്. മഹർഷി ഒന്ന് ചെന്ന് കണ്ടോളൂ ആദ്യം. അവിടെ ചെന്നിട്ട് നമ്മൾ ശരി അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു. അന്ന് അവിടെ താമസിച്ച് അവരെന്ത് ചെയ്തു, നേരം വെളിച്ചായപ്പം കുളിച്ചു, സന്ധ്യാവനമൊക്കെ കഴിച്ചു. അദ്ദേഹം നല്ലോണം സൽക്കരിച്ചു. എന്താ കായയും കിഴങ്ങും കാട്ടിൽ നിന്ന് കിട്ടുന്ന കായ കിഴങ്ങ് പഴമൊക്കെ കൊടുത്തു. അതൊക്കെ അവർ ആവശ്യത്തിന് കഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്ന് അവർ ലേശം കഴിച്ചു. മറ്റേ ദിക്കുന്ന കഴിച്ചില്ല. എന്താ കാരണം എന്നറിയോ, മറ്റേത് നാട്ടിൻപുറാണേ. ഏത് ഗുഹൻ താമസിക്കുന്നത് കാടാണെങ്കിലും അതൊരു നാട്ടിൻപുറത്തിൽപ്പെട്ട കാടാണ്. ഇത് റിസർവ് ഫോറസ്റ്റാ. എന്നാ സംരക്ഷിത വനാണേ. അതായത് കാടായിട്ട് തന്നെയുള്ള കാടാണ്. അതുകൊണ്ട് അവിടെ എന്തില്ല, ഈ നാട്ടുപുറത്തിൻ്റെ അംശമില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ കാട്ടിൽ താമസിച്ചിരിക്കുമ്പം കഴിക്കണതിന് വിഷമമില്ല. കായയും കിഴങ്ങൊക്കെ കഴിക്കാമല്ലോ. മറ്റേ ആൾ കൊണ്ടുപോകുന്നത് പല ഭോജ്യം, എന്താ ചോഷ്യം. അപ്പം അത് പല ജാതി മനുഷ്യന്മാർ കഴിക്കണ ജാതി അടുക്കളയിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അത് താപസന്മാർക്ക് വയ്യല്ലോ. അതുകൊണ്ടാണ് അത് വേണ്ട, കുതിരയ്ക്ക് കൊടുക്കാനുള്ളത് വാങ്ങുക ഞാൻ എന്ന് പറഞ്ഞ് വാങ്ങി. ഇത് പോയി ഇവിടെ വന്ന് കുറച്ച് മൂലഫലങ്ങളൊക്കെ കഴിച്ചു. സന്തോഷമായിട്ട് അവരവിടെ താമസിച്ചിട്ട് മഹർഷി പറഞ്ഞ വഴിയിൽ കൂടി നടന്നു. അങ്ങനെ ഇവർ മഹർഷി പറഞ്ഞ വഴിയിൽ കൂടെ പോയിട്ട് എന്തേ ചെയ്തു ചോദിച്ചാൽ പറയും, തത്ര നോക്കൂ, തത്രയൂയം പ്ലവം കൃത്വ തരതാം അംശുമതീം നദീം. പ്ലവം കൃത്വ, പ്ലവം ഈ ചങ്ങാടം കെട്ടിയിട്ട് അംശുമതി നദി കടന്ന് അപ്പുറത്തേക്ക് പോവുക. അവിടെ ചെന്ന എന്ത് കാണാം, തതോ ന്യഗ്രോധമാസാദ്യ മഹാന്തം ഹരിതച്ഛതം. അവിടെ വലിയൊരു ആൽമരമുണ്ട്. ആ ആൽമരത്തെ കാണണം. വിവൃദ്ധം ബഹുഭിർവൃക്ഷൈ ശ്യാമം സിദ്ധോപസേവിതം. സിദ്ധന്മാരൊക്കെ സേവിക്കണ ശ്യാമം എന്നു പേരായ ഒരു വടം വലിയൊരു ആൽമരമുണ്ട്. ആ ആൽമരത്തെ കണ്ട് തൊഴുത് പൊയ്ക്കോളൂ. തസ്മൈ സീത അഞ്ജലിം കൃത്വാ പ്രയുഞ്ജീത ആശിഷ ശിവാഹ. അവിടെ ചെന്ന് സീതാദേവി കയ്യൊക്കെ കൂപ്പി തൊഴട്ടെ. ആരെ? ആ മരത്തിനെ തൊഴുത് നമസ്കരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, സമാസാദ്യതു തം വൃക്ഷം വസേദ്വാ അതിക്രമേതവ. ഒന്നുകിലും നിങ്ങൾക്ക് തോന്നിയാൽ വേണമെങ്കിൽ അവിടെ താമസിക്കാം, ഇല്ലെങ്കിൽ തൊഴുത് നമസ്കരിച്ച് അവിടുന്ന് പോവാം. ഇന്നും നമ്മൾ ഈ പറഞ്ഞ വഴി കൂടെ പോയി ആ പുഴ കടന്ന് അപ്പുറത്തെ കരയിലെത്തിയാൽ എന്ത് കാണാം, അവിടെ ഇന്നൊരു വലിയ കോട്ട കാണാം പുഴയുടെ കരയിൽ. അത് പിന്നീട് വന്ന രാജാക്കന്മാർ കെട്ടിയ കോട്ട പറഞ്ഞാൽ മനസ്സിലാവില്ലേ. പുഴയുടെ കരയിൽ കിലോമീറ്ററുകളോളം നീളമുണ്ടെന്ന് തോന്നും വലിയൊരു കോട്ട കാണാം. ആ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശമൊക്കെ ഉണ്ട്. ഇപ്പോൾ പോയാൽ കാണാം. കോട്ടയുടെ ഉള്ളിൽ ചെന്നാൽ അത് ഇന്ന് പട്ടാളക്കാരുടെ ക്യാമ്പൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. മഹാകേമായ കോട്ടയാണ് പുഴയുടെ കരയിൽ. ഈ പ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ അതൊക്കെ. ആ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഈ ആൽമരത്തിൻ്റെ പിൻഗാമികളായത് ഇപ്പോഴും കാണാം. അവിടെ ചെന്ന ഒരു വലിയ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടി കീഴ്പ്പെട്ട് കുറേ താഴേക്ക് ഇറങ്ങിയാൽ ഈ വടം എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ വേരുകളൊക്കെ കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് താഴെ അടിയിലായിട്ട് ചെന്നാൽ എന്ത് കാണാൻ പറ്റും, ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അതിപ്പോഴും പോയാൽ കാണാട്ടോ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണതൊക്കെ അവിടെ ചെല്ലണവർക്ക് ഈ കോട്ട കണ്ടാൽ മനസ്സിലാക്കിക്കോളൂ. അതിൻ്റെ ഉള്ളിലാണ് എന്ത് കോട്ട. ദൂരേന്ന് നോക്കിയാൽ കാണാം. ഒന്നും നിശ്ചയില്ലാത്തതിനും വെറുതെ ഇങ്ങനെ നോക്കിയാൽ എന്ത് കാണാം, കുറേ കിലോമീറ്ററുകൾ പരന്ന് കിടക്കുന്നതായതുകൊണ്ട് കോട്ട കാണാൻ വിഷമില്ല. ആ കോട്ടയുടെ ഉള്ളിലേക്ക് ചെന്ന് കയറി, അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കിടക്കാൻ സന്ദർശകർക്ക് അനുവാദമൊക്കെ ഉണ്ട്. സമയക്രമം നോക്കി പോയാൽ മതി. ഉള്ളിൽ ചെന്ന് കയറി അതിൻ്റെ ഉള്ളിൽ ചെന്ന ഈ അമ്പലത്തിൽ താഴേക്ക് ഇറങ്ങി ചെന്നാൽ ഇതിൻ്റെ വേരുകളൊക്കെ കാണാൻ പറ്റും. അതാണ് ഈ ശ്യാമം എന്ന പേരായ വടാണ്. എപ്പോഴെങ്കിലും അവിടെ ചെന്ന് പോയി കണ്ടോളൂ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് കോശമാത്രം തതോകത്വ, അവിടുന്ന് കുറച്ചും കൂടി ഒരു വെളിപ്പാട് അകലേക്ക് പോയാൽ നീലം ദൃക്ഷ്യഥ കാനനം. പിന്നെ നീലം എന്ന പേരായ കാട്ടിലാണ് ഭരദ്വാജ മഹർഷി വഴി പറഞ്ഞു കൊടുക്കുക കേട്ടോ. ആ നീലം എന്ന കാട്ടിൽ നിന്ന് അവിടുന്ന് പിന്നെയും കുറച്ച് അങ്ങോട്ട് പോയാൽ യമുനാ നദിയുടെ കരയിൽ കൂടി പോയാൽ സബന്ധ ചിത്രകൂടസ്യ, അതാണ് ചിത്രകൂടത്തേക്കുള്ള വഴി. എന്തല്ലേ കൃത്യമായ വഴി പറഞ്ഞു കൊടുക്കണത്. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അവിടെ ചെന്നാൽ എന്തുണ്ടാവും, രമ്യോ മർദ്ദവയുക്തശ്ച. അവിടെ ചെന്നാൽ നല്ല നല്ല യോഗ്യതയുള്ള ഒരു കാട് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഒരു സൗമ്യതയുള്ള കാടാണ്. മഹർഷിമാരൊക്കെ താമസിക്കുന്നതായതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഇതാണ് വേണ്ടത്. അതാണ് അങ്ങനെ ഈ കുമാരന്മാർ രണ്ടുപേരെയും പറഞ്ഞ ഒഴുക്കിനനുസരിച്ച് പുഴയുടെ ഒഴുക്ക് നോക്കിയിട്ട് ആ കരയിൽ കൂടിയാണ് അവർ പോയത്. പോയി അവരെവിടെ എത്തി. എന്നിട്ട് മരങ്ങളൊക്കെ കൂട്ടിക്കെട്ടി പറഞ്ഞ മാതിരി ചങ്ങാടം കെട്ടിയിട്ട് അവരപ്പുറത്തേക്ക് കടന്നു ചെന്നിട്ട് അവലോക്യ തഥ സീതാം. നോക്കൂ, രാമൻ എന്തേ ചെയ്തു വെച്ചാൽ നടന്ന് ഇങ്ങനെ പോണ സമയത്ത് സീതാദേവി പാവം സീതയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. സീത എവിടെയാണ് നടക്കണത്? ക്രമം എന്താ അവരുടെ?
മുമ്പിൽ ലക്ഷ്മണൻ, നടക്ക സീത, പിമ്പില് രാമൻ. രാമൻ്റെയും ലക്ഷ്മണൻ്റെയും കയ്യിൽ വില്ലും അമ്പും ഒക്കെ ഉണ്ട്. ലക്ഷ്മണൻ്റെ കയ്യിൽ വേറെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. സീതാദേവി അതിൻ്റെ നടുക്ക് സുരക്ഷിതയായിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഈ സുരക്ഷിതയായിട്ട് സീതാദേവി ഇങ്ങനെ നടക്കിയിരിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രസ്വാമി എന്തേ ചെയ്തു വെച്ചാൽ പറയും, നോക്കൂ ഈ കുട്ടി എത്ര ചെറുപ്പമാണ്. നമ്മുടെ ഈ സീതാദേവിക്ക് എത്രയാ പ്രായം? 10-18 വയസ്സായി, ചെറിയ പെൺകുട്ടിയല്ലേ. ആ പെൺകുട്ടിയാണ്. അവലോക്യ തഥ സീതാം, സീത എങ്ങനെ നോക്കി രാമൻ. എന്താ അല്ലേ പാവം, താൻ ഇങ്ങനെ കാട്ടിക്ക് പോണ്ടി വന്ന ആ പെൺകുട്ടി എങ്ങനെ നല്ല മട്ടിൽ കഴിയേണ്ടോളാ. എന്തെങ്കിലും ആവട്ടെ, തന്നെ വിവാഹം ചെയ്ത് കൂടെ പോന്നു എന്നുള്ള കാരണം കൊണ്ടല്ലേ ഇപ്പോൾ നല്ലൊരു പരാഭവം പരിഭവം ഇല്ല, ഒന്നിലൊരു ആർത്തിയോ മോഹമോ ഇല്ല. ഇന്നത് കിട്ടണം, ഇന്നത് ഉണ്ടാവണം, എന്നെ മട്ടിൽ കേമാവണം എന്നൊന്നും. എനിക്ക് തൻ്റെ പ്രായമുള്ള പെങ്കടാങ്ങളൊക്കെ എത്ര കേമായിട്ട് ഭർത്താവിൻ്റെ കൂടെ അങ്ങാടി കൂടി നല്ല മുണ്ടും ചീറ്റിയ വസ്ത്രം ധരിച്ച് കേമായി നടക്കണമെന്ന് മോഹിക്കും. അതൊന്നും ഇല്ലാണ്ട് കാട്ടിക്ക് പോരുക എന്നും പറഞ്ഞ് എൻ്റെ കൂടെ എന്താല്ലേ മരവൂരി എങ്ങനെയാ ചുറ്റണ്ടോ നിശല്യാതെ ഒന്ന് ഉടുപ്പിച്ച് തരും, നാളെ മുതൽ ഞാൻ ഉടുത്തോളാം എന്നുള്ള മട്ടില് പാവം ഇല്ലേ. എന്താ അല്ലേ അത് ആലോചിച്ചപ്പോൾ രാമൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു വിങ്ങല്. രാമൻ എങ്ങനെ ചിന്തിച്ചു. രാമൻ എന്നിട്ട് പറയുകയും ചെയ്തു, അവലോക്യ തഥ സീതാം, സീതയെക്കുറിച്ച് രാമൻ പറയുന്ന ഒരു വാചകം കേട്ടോ, അത് എവിടെയെങ്കിലും അടിയിൽ വരച്ച് വെക്കണേ. അയാചന്തീം അനിന്ദിതാം. ഏതെങ്കിലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ പറയാച്ചാൽ അദ്ദേഹം ആ ഭാര്യയോട് സ്നേഹം മാത്രമല്ല ഇത്തിരി ബഹുമാനം കൂടി ഉള്ള ആളാണെന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയൂ? സീതയെ കണ്ടപ്പം പറഞ്ഞാണ് അവലോക്യ നോക്കിയിട്ട് തഥ സീതാം, സീതയുടെ അടുത്തേക്ക് നോക്കിയിട്ട്. എങ്ങനെയുള്ള സീതയുടെ അടുത്തേക്ക്? അയാചന്തീം അനിന്ദിതാം. അയാചന്തി, അയാചന്തി അർത്ഥം എന്താ? ഒന്നും ചോദിക്കില്ല സീത. എന്ത് ചോദിക്കില്ല? എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, മറ്റേത് വേണം, ഒന്നും ചോദിക്കില്ല. ഈ സീത നിനക്കത് വേണോ ചോദിച്ചാൽ എന്നാൽ അതാവാം, അങ്ങനെയും പറയില്ല. അങ്ങനത്തെയൊക്കെ ചില സമ്പ്രദായങ്ങളിൽ ഒന്നിലും മോഹം പറയില്ല, ഒന്നിനോടൊരാർത്തി ആർക്കില്ല. പൊതുവെ അങ്ങനെയല്ലല്ലോ നമ്മൾ ലോകത്ത് കാണുക. അത് വേണം, ഇത് വേണം, അത് മറ്റോളം അത് വാങ്ങിയിരിക്കണം, നമ്മൾ മാത്രം പാടെ എന്താ അതിങ്ങനെ, അവർക്ക് അതുമുണ്ട് മറ്റവർക്ക് അതുമുണ്ട്, നമുക്ക് ഇതും ഇല്ല അതും ഇല്ല. സ്വൈരം ഇല്ലാണ്ട് ആവാനുള്ള വിദ്യകളൊക്കെ നമ്മുടെ നാട്ടിൽ പതിവുണ്ട് ഇല്ലേ. നോക്കൂ സീത എന്താ പറയുക? അയാചന്തീം അനിന്ദിതാം. ഒന്നും സീത ചോദിക്കില്ല. എന്തെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ വാങ്ങുന്നല്ലാതെ കണ്ട് അത് വലിയ കഴിവും വലിയൊരു മഹിമയാണേ. ഒന്നിലും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അയാചന്തി ആയതുകൊണ്ട് തന്നെ അനിന്ദിതാം. സീത ഒരിക്കലും സീതയെക്കുറിച്ച് നമുക്കൊരു അവഗണന തോന്നില്ല. അനിന്ദിതയാണ്. അനിന്ദിത വെച്ചാൽ എന്നും ബഹുമാന്യയാണ് രാമൻ എന്നാ പറഞ്ഞത് സീത. അതുകൊണ്ടാണ് പറഞ്ഞത് ദയിതാം, അത്ര പ്രിയപ്പെട്ടവളാണ്. വിധേയാം ച, വിധേയ തൻ്റെ കൂടെ ഒരു കാലത്തും വിട്ടൊഴിഞ്ഞു പോയോളല്ല. വിധേയ തൻ്റെ കൂടെ എപ്പോഴും സുഖമാണോ സുഖം, ദുഃഖമാണോ ദുഃഖം, സങ്കടമാണോ സങ്കടം, സന്തോഷമാണോ സന്തോഷം, നന്മയാണോ നന്മ, തിന്മയാണോ തിന്മ. എന്തിനാരുണ്ട്? സീത കൂടെ ഉണ്ട്. എന്നാൽ നന്മയാണോ ഞാനുണ്ട്, തിന്മയാണോ ഒറ്റയ്ക്കായിക്കോളൂ എന്ന് പറഞ്ഞോ? ഇല്ല. അങ്ങനെയുണ്ടല്ലോ ഒരു ഏതിലും കൂടെ നിൽക്കണവരുണ്ടല്ലോ, ആചാര്യ കൂട്ടരാ. അതാ പറഞ്ഞത് സീതയെ നോക്കൂ. വിധേയാം ച രാമോ ലക്ഷ്മണമബ്രവീൽ. അങ്ങനെയുള്ള സീതാദേവിയെ കണക്കാക്കിയിട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. സീത കേൾക്കാതെയാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഉണ്ണി ഒന്ന് നിൽക്കും അവിടെ. എന്താ വലിയേട്ടാ ഇത്തിരി കാര്യം പറയാണ്ടെന്ന് എന്നോട്. ഏട്ടൻ പറഞ്ഞോളൂ. ചെവി ഇങ്ങനെ വട്ടം പിടിച്ചു കൊടുത്തു. അപ്പോൾ സീതയുടെ നേരെ നോക്കിയിട്ട് രാമൻ പറഞ്ഞു, ഉണ്ണി എന്താണെന്നറിയൂ? സീതാമാതായ ഗച്ഛത്വം അഗ്രതോ ഭരതാഗ്രജ. നീ എപ്പോഴും നടക്കുമ്പം സീതയുടെ കൂടെ മുമ്പിലുണ്ടാവണം. മനസ്സിലായില്ലേ? തന്നെ ഏൽപ്പിച്ചു ഞാൻ ആരുടെ കാര്യം? ദേവിയുടെ കാര്യം തന്നെ ഇങ്ങടെ ഏൽപ്പിച്ചിരിക്കണോ. അതുകൊണ്ട് ഏടത്തമ്മയുടെ കൂടെ മുമ്പിൽ നീ ഉണ്ടാവണം. ഞാനോ പൃഷ്ഠദോഹം ഗമിഷ്യാമി, ഞാൻ പിമ്പിലുണ്ടാവും. എങ്ങനെ? എൻ്റെ കയ്യിൽ എന്തുകൊണ്ട്? സായുധോ ദ്വിപദാം വര. സായുധം അമ്പ് വില്ലും പിടിച്ചിട്ട് ഞാൻ കയ്യിലുണ്ടാവും. ദ്വിപദാം വര ലക്ഷ്മണനെ വിളിച്ച പേരാട്ടോ. ദ്വിപദാം വര. ദ്വിപദം ച രണ്ട് കാലുള്ളതിൽ ശ്രേഷ്ഠാന്ന്. എന്നുവെച്ചാൽ എന്താർത്ഥം? ദ്വിപദം മറ്റതൊക്കെ ചതുഷ്പദങ്ങളാണ്, നാക്കാലികൾ. എന്താ മനുഷ്യന്മാര് ദ്വിപദന്മാർ. നമുക്ക് രണ്ട് കാലല്ലേ ഉള്ളൂ. അപ്പം ആ മനുഷ്യന്മാരിൽ വെച്ച ശ്രേഷ്ഠ എന്നാരെ വിളിച്ചത്? അമ്പോ എന്തായാലും ഒരു ജ്യേഷ്ഠൻ അനിയനെയൊക്കെ എങ്ങനെ രാമനൊരു വലിയ ആളാണ്. അദ്ദേഹം എല്ലാവരെയും ബഹുമാനിച്ചും കൊണ്ട് എന്ത് ചെയ്യുള്ളൂ. അനിയനാണെന്നുള്ള പുച്ഛോ നിന്ദയോ അല്ലെങ്കിൽ കുറച്ചിട്ടുള്ള വർത്തമാനം ഒന്നും ആരും പറയില്ല.
രാമൻ്റെ കയ്യിലില്ലേ ഈ ഭാര്യയാണ് നിരീക്ഷിച്ചിട്ട് തന്നേക്കാൾ 6-7 വയസ്സ് താഴെയുള്ളവളാണ് നിരീക്ഷിച്ചിട്ട് അതിലൊന്നും ഒരു കുറഞ്ഞിട്ടൊന്നും ആരും കണക്കാക്കില്ല. സീതയെക്കുറിച്ച് പറഞ്ഞു, ഉണ്ണിയ ലക്ഷ്മണ ഞാൻ നിന്നോട് പറയട്ടെ, എന്താണെന്നറിയോ, യദ്യത് ഫലം പ്രാർത്ഥയതേ പുഷ്പം വാ ജനകാത്മജ തത്തൽ പ്രതദ്യാ വൈദേഹ്യ എത്രസ്യ രമതേ മന. എന്താ പറഞ്ഞത്? ലക്ഷ്മണ, നീ എടുത്തമ്മയുടെ കൂടെ മുമ്പിലുണ്ടാവണം എപ്പോഴും. അപ്പം എന്ത് വേണമെന്നറിയോ, നിങ്ങൾ രണ്ടാളും കൂടി മുമ്പിൽ നടക്കുമ്പോൾ നീ ഒന്ന് ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ, യദ് ഫലം. കാട്ടിലിങ്ങനെ നടക്കുമ്പം പല മരത്തിൻ്റെ മുകളിലും പല ജാതി പഴങ്ങളും പൂക്കളും പല വിശേഷമായതൊക്കെ ഉണ്ടാവുമല്ലോ. സീത വല്ലതും ചോദിക്കുമോ? ഇല്ല. സീതയുടെ സ്വഭാവം എന്താ? അയാചന്തി. എന്ത്? ഒന്നും സീത ചോദിക്കില്ല. വിശന്ന് കത്തി വീണ് ചത്തുപോകുന്ന കണ്ടാൽ പോലും സീത എന്താ പറയില്ല, യശാഹാരം വേണം, വെള്ളം വേണമെന്ന് പറയും. പിന്നെ നമ്മൾ കണ്ടറിഞ്ഞ് കൊടുത്താൽ കഴിക്കുന്നേ ഉള്ളൂ, ചോദിക്കില്ല. അത്രയ്ക്ക് സഹനശക്തിയുള്ള ആളാണ് സീതയെ. അപ്പം അതുകൊണ്ട് ഉണ്ണി ഒരു കാര്യം ചെയ്യണം, യദ് ഫലം, എന്തെങ്കിലും പഴങ്ങളോ പുഷ്പം വാ, വല്ല പൂക്കളോ. ഈ പെൺകുട്ടികളാവുമ്പോൾ പൂക്കളൊക്കെ മുടിയിലൊക്കെ ചൂടാനൊക്കെ പൂവ് നല്ല ഉണ്ണിയെ നല്ല പൂവ് അങ്ങനെയൊക്കെ പറയില്ലേ. അങ്ങനെ പൂക്കൾ കണ്ടിട്ടോ വല്ല പഴങ്ങൾ കണ്ടിട്ടോ സീത അതിൽ മനസ്സ് വെച്ചാൽ ഉണ്ണി എന്ത് ചെയ്യണം? അതെന്ത് ചെയ്തോളൂ, തത്തത് പ്രതദ്യാഹ, അപ്പ പറിച്ചുകൊണ്ടേ കൊടുത്തോളൂ. ആർക്ക്? ഏട്ടനോട് ചോദിക്കാൻ നിൽക്കണ്ട. എന്ത്? സീത ഏതെങ്കിലും പൂവ് കണ്ടിട്ട് ഉണ്ണിയെ നോക്കൂ, ഹായ് എന്തല്ലേ അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ പിന്നെ ചിന്തിക്കരുത്. എന്ത് ചെയ്യണം? അപ്പം പോയി ആ പൂവ് പൊട്ടിച്ചാർക്കൊണ്ടേ കൊടുക്കണം. സീതയ്ക്ക് ഏതോ ഒരു മരത്തിൻ്റെ വള്ളിയുടെ മുകളിൽ അറ്റത്ത് ആകാശത്തൊരു പഴം കണ്ടു. ഉണ്ണിയെ നോക്കൂ, ഉണ്ണിയെ ഒരു പഴം കണ്ടു ആ മരത്തിൻ്റെ മുകളിൽ, എന്തല്ലേ എന്ന് സീത പറഞ്ഞാൽ പിന്നെ ചോദിക്കരുത്. എന്ത് ചെയ്യണം? അപ്പോൾ കയറി പറിച്ചു കൊണ്ട് ആർക്ക് കൊടുക്കണം? സീതയ്ക്ക് കൊടുക്കണം കേട്ടോ എന്നും പറഞ്ഞു. എന്താ കാരണം? അതെന്താ അങ്ങനെ പറയാൻ കാരണം? സീതയൊന്നും ചോദിക്കില്ല. സീതയ്ക്കൊന്നിലും സീത മോഹം കാണിക്കൂല. രാമനുണ്ടോ? തനിക്കുണ്ട്. രാമനില്ലേ? തനിക്കില്ല. ഈ മട്ടാണ് ആരുടേത്? അപ്പം അങ്ങനെയുള്ള ഒരു പെൺകുട്ടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അക്കൂട്ടയുടെ എല്ലാ കാര്യം ആര് ആദ്യം തന്നെ നോക്കണം? നമ്മൾ നോക്കണ്ടേ? അല്ല, അവനവൻ്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് സ്വന്തം കാര്യം ബാക്കി എന്താ മിണ്ടാത്തത്? അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അവനവൻ്റെ കാര്യം നേരെയാവട്ടെ ആദ്യം എന്ന്. അത്തരക്കാരുടെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ശരിയല്ലേ ഇത്? അത്തരം ആളുകളുടെ കാര്യം നമ്മൾ നോക്കണം, അത് അവർ നോക്കിക്കൊള്ളേ. സീത എങ്ങനെയില്ലേ? സീത അത് പണ്ട് എന്താ വെച്ചിട്ടുണ്ടോ, ഭഗവാൻ ഒരിക്കലും വൈകുണ്ഠത്തിലിരിക്കണ ഭഗവാൻ ഓടി അങ്ങോട്ട് പോയി. എവിടേക്കോ ഓടിപ്പോയി ഭഗവാൻ പോയതിനേക്കാളും വേഗത്തിൽ ഓടി ഇങ്ങോട്ട് പോരും ചെയ്തു. അപ്പോൾ ലക്ഷ്മീദേവി ചോദിച്ചു, അല്ല അങ്ങപ്പം അവിടേക്ക് ധൃതിയിൽ പോയത് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഒന്നുമില്ല ലക്ഷ്മിയെ, ഒന്നും പറയണ്ട. എന്താ വെച്ചോ, എൻ്റെ ഒരു ഭക്തനൊരു പാവം ഭക്തനെ, അവൻ ഇങ്ങനെ റോഡിൽ കൂടി പോകുമ്പം ഏതൊക്കെയോ ആൾക്കാരെ ഇഷ്ടിക എടുത്ത് എറിയാൻ പുറപ്പെട്ടു. വലിയ ഇഷ്ടിക കൊണ്ട് എറിയാൻ പുറപ്പെട്ടു എൻ്റെ ഭക്തനെ. അപ്പം ഞാൻ രക്ഷിക്കാൻ ഓടിപ്പോയതാണെന്നും പറഞ്ഞു. എന്നിട്ട് എൻ്റെ അങ്ങ് രക്ഷിക്കാൻ്റെ ഓടി ഇങ്ങോട്ടനെ പോകുന്നത് ചോദിച്ചു. ആര്? പെട്ടെന്ന് പോയ മാതിരി ഇങ്ങോട്ട് പോകുന്നുവല്ലോ, അതെന്താ ഇങ്ങോട്ട് പോകുന്നത് ചോദിച്ചു. അപ്പം അതിന് മറുപടി ആയിട്ട് പറഞ്ഞു, അത് ഞാൻ അവനെ രക്ഷിക്കാൻ അങ്ങോട്ട് ചെന്നപ്പോഴേ ഇവനൊരു ഇഷ്ടികയായിട്ട് നിൽക്കുന്നുണ്ട്, പിന്നെ ഞാൻ അങ്ങോട്ട് പോന്നു. ഇത് ഞാൻ രക്ഷിക്കേണ്ട കാര്യമില്ലേ, ഇവൻ്റെ കയ്യിൽ എന്തുണ്ട്? അപ്പം അവൻ സ്വയമേവ ഏറ്റെടുത്ത സമയത്ത് പിന്നെ ഞാൻ വെറുതെ നേരം കളയണ്ടല്ലോ, പക്ഷെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു എന്നും പറഞ്ഞാൽ വല്ല മനസ്സിലായോ? അപ്പം അവനവൻ്റെ കാര്യത്തിൽ അവനവൻ തന്നെ മതി എന്നുള്ള മട്ടിൽ പുറപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ സീതാദേവി അങ്ങനെയല്ല. സീത ഒന്നും അങ്ങോട്ട് തുറന്ന മട്ടിലൊന്നും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ മിണ്ടില്ല. കഷ്ടമായാലും വിഷമായാലും ഒന്നും മിണ്ടില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും പഴമോ പൂവോ ഇഷ്ടമുള്ള വസ്തു കാട്ടിൽ വെച്ച് വല്ലതും കണ്ട് സീത നന്ന് പറഞ്ഞാൽ മതി, വേണമെന്ന് പറയില്ല. നന്നെന്ന് പറഞ്ഞ അപ്പോഴേക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഉണ്ണിയെ പറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞു, അതിനെന്താ ഏട്ടാ, ഞാനതൊക്കെ ആയിക്കോളാം. ലക്ഷ്മണൻ പാവം ഇങ്ങനെ കൊണ്ട് നടന്നതാണ്. ആരെ എടുത്തിയമ്മ അമ്മയെ പോലെ. എന്തല്ലേ നോക്കണം, അതൊക്കെ കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എത്ര കേമായിട്ടാ സീത തന്നെ പറയത് ആ ഉണ്ണി ഇല്ലേ. ഈ ഉണ്ണി എന്നൊക്കെ പറഞ്ഞാൽ സീതയേക്കാൾ പ്രായം ആർക്കുണ്ട്? രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും അരമണിക്കൂർ, 3/4 മണിക്കൂർ, 15 മിനിറ്റ്, 25 മിനിറ്റിൻ്റെ ഒക്കെ വ്യത്യാസക്കാരാണ് ആര്? അല്ല, ചിലർ തമ്മിൽ 1 ദിവസം 2 ദിവസമൊക്കെ വ്യത്യാസമുണ്ട്. പിറ്റേന്നാൾ അങ്ങനെയല്ല പറ്റിയത്, പിറ്റേന്നാൾ ആര് ഇതൊക്കെ മറന്നു അപ്പോഴേക്ക്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. രാമൻ ജനിച്ചതിൻ്റെ പിറ്റേന്നാൾ കൈ പറ്റൂ. അതിൻ്റെ പിറ്റേന്നാൾ പൂർണ്ണാർത്ഥത്തിൻ്റെ എന്നാണ് കൗസല്യ പറ്റത്. പൂയത്തിൻ്റെ എന്ന് ഭരതനെ പറ്റൂ. ആയില്യത്തിനാണ് നമ്മുടെ ലക്ഷ്മണനെയും ശത്രുഘ്നനെയും
പറ്റിയത്. ഇങ്ങനെയാണ് അവരിരട്ട കുട്ടികളാണ്. അപ്പോൾ അവരേതാണ്ട് ഒപ്പത്തിനോ 5-10 മിനിറ്റിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ അവർ തമ്മിൽ. എന്നാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയേട്ടാന്നൊക്കെ വിളിക്കുന്നത് കേട്ടാലോ 16 വയസ്സെങ്കിലും വയസ്സ് നോക്കുമ്പോൾ ഒക്കെ കടലാസിൽ എഴുതുമ്പോൾ ഒക്കെ ഡേറ്റ് ഓഫ് ബർത്ത് 1/2 ദിവസം 1 ദിവസം 3/4 ദിവസത്തിൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ. പക്ഷെ അവരുടെ ആ ഭാവം കൊണ്ട്, ആ വലിയേട്ട ഭാവം, ഉണ്ണി എന്നൊക്കെ വിളിക്കുമ്പോൾ ഏതോ ഒരു 16 വയസ്സുള്ള ഏട്ടൻ 4 വയസ്സുള്ള അനിയനെയൊക്കെ വിളിക്കണ മാതിരിയുള്ള മറ്റുള്ള സ്നേഹബന്ധാനത്. നമ്മുടെ നാട്ടിൽ 16 വയസ്സിന് മൂത്ത ഏട്ടനെ 4 വയസ്സിൽ ഉണ്ണി എന്താ വിളിക്കുക? എടോ എടോ ഏട്ടാ എന്ത്, അങ്ങനെയല്ലേ വിളിക്കുക? കുറ്റം പറഞ്ഞതല്ല, അങ്ങനെയാണ് നമ്മളൊക്കെ ശീലിച്ചതും ശീലിപ്പിച്ചതും ധരിച്ചതും ധരിപ്പിച്ചതും പഠിച്ചതും വളർന്നത്. അതുകൊണ്ടാണത്. ഇതങ്ങനെയല്ലേ, അങ്ങനെ ബഹുമാനിച്ച് സ്നേഹിച്ച് വളർന്ന കുട്ടികളാണ്. അപ്പം അതൊരു ലക്ഷ്മണനെ എടുത്തതിനെ കുറിച്ച് എന്തില്ല,